സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ JNV സെലക്ഷൻ ടെസ്റ്റ് 2003 വന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. 2003 ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ദ ആവറേജ് ഓഫ് 4 നമ്പേഴ്സ്, 4 നമ്പറിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്. ആവറേജ് ഓഫ് 4 നമ്പേഴ്സ് ഈസ് 30. 4 numbers, average of 4 numbers is 30. If the sum of 3 numbers is 85, the sum of 3 numbers, 3 നമ്പറിൻ്റെ സം 85 ആണെങ്കിൽ അടുത്ത ഫോർത്ത് നമ്പറാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. 4ാമത്തെ നമ്പർ ഏതാണെന്നാണ് കാണേണ്ടത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആവറേജ് കാണാൻ ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. അപ്പം ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ നമ്മൾക്കിവിടെ നമ്പർ തന്നിട്ടുണ്ട് 4, ആവറേജും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സം കണ്ടുപിടിക്കണം. സം ഈസ് ഈക്വൽ ടു നേരെ തിരിച്ച് വരും, ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റംസ്. അതാണ് ആവറേജ് കാണുന്ന സം കാണാനുള്ള ഇക്വേഷൻ. അപ്പം ആദ്യത്തെ 4 നമ്പേഴ്സിൻ്റെ സം കാണണം. അപ്പോൾ 30 ഇൻറ്റു സം ഓഫ് ഫസ്റ്റ് 4 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. സം ഓഫ് ഫസ്റ്റ് 4 നമ്പേഴ്സ്, സം ഓഫ് ഫസ്റ്റ് 4 നമ്പേഴ്സ്, 4 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് 4 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 4. 30 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 120. ഇനി സം ഓഫ് 3 നമ്പേഴ്സ് നമുക്ക് നേരെ തന്നിട്ടുണ്ട്, 85 തന്നിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് 3 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് 3 നമ്പേഴ്സ്, ക്വസ്റ്റ്യൻ ഇല്ലാതെ ഓൾറെഡി ഗിവൺ 85. അപ്പം 4th നമ്പർ കാണാനത് ഈ സമ്മുകൾ നമ്മൾ ഡിഫറൻസ് എടുത്താൽ മതി. 4th നമ്പർ ഈസ് ഈക്വൽ ടു 120 മൈനസ് 85 ഈസ് ഈക്വൽ ടു 35. ഇതാണ് 4th നമ്പർ. ഓക്കെ. ഇനി ഓൺ ഫസ്റ്റ് ഏപ്രിൽ ഓഫ് എ ഇയർ ഈസ് മൺഡേ. ഒരു വർഷത്തിൻ്റെ ഫസ്റ്റ് ഏപ്രിൽ മൺഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ ഈസ് മൺഡേ. ഇനി ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഫസ്റ്റ് ഏപ്രിൽ മൺഡേ ആണെങ്കിൽ 18th ഏപ്രിൽ ഏത് ഡേറ്റ് ആയിട്ട് വരുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ മൺഡേ ആണെങ്കിൽ ആ ഫസ്റ്റ് ഏപ്രിലിനോടുകൂടി 7 ഡേയ്സ്, there are 7 days in a week. അപ്പം ഫസ്റ്റിനോടുകൂടി 7 കൂട്ടിയാൽ അടുത്ത 7ാമത്തെ ദിവസം മൺഡേ തന്നെയായിരിക്കും. 8th ഏപ്രിൽ ഈസ് ഓൾസോ മൺഡേ. ദെൻ ആഡ് 8 വിത്ത് 7, 8നോട് 7 കൂട്ടുമ്പം 8 7 15. 15th ഏപ്രിലും എന്തായിരിക്കും? മൺഡേ ആണ്. 15th ഏപ്രിലും മൺഡേ ആണ്. നമ്മുടെ 18th ഏപ്രിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 15th ഏപ്രിൽ മൺഡേ ആണെങ്കിൽ 17th ഏപ്രിൽ ട്യൂസ്ഡേ വരും, പിന്നെ 16th ഏപ്രിൽ ട്യൂസ്ഡേ വരും, 17th ഏപ്രിൽ വെനസ്ഡേ വരും. then 18th ഏപ്രിൽ നമുക്ക് ഏതായിട്ട് കിട്ടും? 18th ഏപ്രിൽ തേഴ്സ്ഡേ ആയിട്ട് വരും. ഞാൻ എൻ്റെ ഇമേജ് ഇവിടെ എടുത്തിട്ടുണ്ട്. 18th ഏപ്രിൽ മൺഡേ, ട്യൂസ്ഡേ, 15 16, 15ാം തീയതി മൺഡേ, 16ാം തീയതി ഇത് ട്യൂസ്ഡേ, 17ാം തീയതി വെനസ്ഡേ, 18ാം തീയതി തേഴ്സ്ഡേ വരും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് ഇനി ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. ഇത് 18th ഏപ്രിൽ തേഴ്സ്ഡേ വരുന്നിരിക്കുന്നുണ്ട്. 18th ഏപ്രിൽ തേഴ്സ്ഡേ. അപ്പം 18th ഏപ്രിൽ ഏത് ഡേ ആണെന്ന് ചോദിച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഈ രീതിയിൽ കണക്കാക്കിയാൽ മതി. ഇത് 18th ഏപ്രിൽ തേഴ്സ്ഡേ വരും. ഇത് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 15 men ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. 15 ആളുകൾ 10 ദിവസം കൊണ്ടൊരു ജോലി ചെയ്യും. അങ്ങനെയെങ്കിൽ കംപ്ലീറ്റ് വർക്ക് ഇൻ 50 days, 50 ദിവസം കൊണ്ട് എത്ര പേര് വേണം ഈ ജോലി ചെയ്യാൻ? 10 ദിവസം കൊണ്ട് 15 പേര് ജോലി ചെയ്യുമെങ്കിൽ അത് പൂർത്തീകരിക്കാൻ 50 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ എത്ര പേര് വേണം? അപ്പോൾ 15 men
15 men 10 days ആണ്, 10 ദിവസമാണ്. ഇനി ഈ ഹൗ മെനി മെൻ എക്സ് മെൻ നമുക്ക് ഇവിടെ എടുക്കാം 50 days കൊണ്ട്. അപ്പോൾ നോക്കിയാൽ 10 daysൻ്റെ എത്ര ഇരട്ടിയായി? 50 days 5 ഇരട്ടിയായി. അപ്പോൾ 15 ആൾ 10 ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാൾ 50 ദിവസം കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 15 ആളുകൾ 10/50 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 15ൻ്റെ 5 കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 1/5 = 3 men. 3 പേര് മതിയാവും ജോലി ചെയ്യാനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ പെയർ ഓഫ് സോക്സ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ പെയർ ഓഫ് സോക്സ് കോസ്റ്റ് ടോയ്സ് ആസ് മച്ച് ഓഫ് എ ക്യാപ്പ്. എ പെയർ സോക്സ്, എ പെയർ ഓഫ് ഒരു സോക്സിൻ്റെ വില, ഒരു പെയർ സോക്സിൻ്റെ വില, എ പെയർ ഓഫ് സോക്സ് കോസ്റ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ട്വൈസ്, 2 ഇരട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്വൈസ് ഓഫ് ക്യാപ്പ്, ക്യാപ്പിൻ്റെ 2 ഇരട്ടിയാണ് ഒരു ജോഡി ഇതിന്. അപ്പം നമുക്കിവിടെ തന്നിട്ടുണ്ട് 5 പെയേഴ്സിൻ്റെ തന്നിട്ടുണ്ട്. 5 പെയേഴ്സ് ഓഫ് സോക്സ്, 5 പെയേഴ്സ് ഓഫ് സോക്സ് എത്രയാണ് കോസ്റ്റ്? 1250. അപ്പോൾ 1 പെയർ നമുക്ക് കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് എ പെയർ നമുക്ക് കണ്ടുപിടിക്കാം. എത്ര വരും? പെയർ = 1250. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1250 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 250 വരും ഒരു സോക്സിൻ്റെ. ഇനി കോസ്റ്റ് ഓഫ് 1 പെയറാണ് നമുക്ക് 250 കിട്ടിയേ. നമ്മൾ 2 പെയറാണ്. കോസ്റ്റ് ഓഫ് 2 പെയർ = അതാണല്ലോ ക്യാപ്പിൻ്റെ വില. കോസ്റ്റ് ഓഫ് ക്യാപ്പ്, പെയർ ഓഫ് സോക്സ് കോസ്റ്റ് ടോയ്സ് ഓഫ് എ ക്യാപ്പ്, ക്യാപ്പിൻ്റെ 2 ഇരട്ടിയാണ്. അപ്പോൾ എത്ര വരും? കോസ്റ്റ് ഓഫ് ക്യാപ്പ് = കോസ്റ്റ് ഓഫ് ക്യാപ്പ്, ക്യാപ്പിൻ്റെ വില എത്ര വരും? 250 × 2 = സോക്സിൻ്റെ. അപ്പം 250യുടെ പകുതി വരും കോസ്റ്റ് ഓഫ് ക്യാപ്പ്, 1/2 വരും. അപ്പോൾ എത്ര വരും? 125. ഇനി 4 ക്യാപ്പിൻ്റെ വില കാണണം. കോസ്റ്റ് ഓഫ് 4 ക്യാപ്പ് = 125 × 4 എത്ര വരും? 500 വരും. ഇനി ടോട്ടൽ കോസ്റ്റ്, രണ്ടിൻ്റെയും കൂടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ടോട്ടൽ കോസ്റ്റ് കാണാതെ രണ്ടും കൂടെ കൂട്ടിയാൽ മതി. ടോട്ടൽ കോസ്റ്റ് ആദ്യത്തേൻ്റെ എത്രയാണ്? 2 പെയറിന് എത്ര വരും? 2 പെയർ ഓഫ് ക്യാപ്പ് = കോസ്റ്റ് ഓഫ് 2 പെയർ, 2 പെയർ സോക്സിന് 500, 250 + 250, പിന്നെ 4 ക്യാപ്പിനും 500. അപ്പോൾ എത്ര വരും? ടോട്ടൽ കോസ്റ്റ് 1000 വരും. ഇത് നിങ്ങൾ വീണ്ടും ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.